ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ട്രിപ്പ് പോയി വന്നതിന് ശേഷം എനിക്ക് പേഴ്സണലി വന്ന കുറേ മെസ്സേജസ് ആണ്. "ഡിവൈൻ എന്താ ട്രിപ്പിന്റെ വ്ലോഗ് ഇടാത്തെ? ബാക്കിയൊക്കെ ഇടുന്നുണ്ടല്ലോ." എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. കാരണം അതെനിക്ക് ഡോൺ ചേട്ടൻ എടുത്ത് തന്നതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയിൽ ഇട്ടില്ലെങ്കിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പെൻഡിങ്ങിൽ ഇരുന്നാട്ടോ. ഞാൻ എന്താണ് ഇടയ്ക്ക് എനിക്കൊരു റീൽസിന്റെ ജ്വരം കയറുമ്പോൾ ഞാൻ ഇപ്പോൾ റീൽസ് ഇടുന്ന ജ്വരത്തിലാണ്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയത്. പിള്ളേരോട് എന്ത് ചോദിച്ചാലും അവർക്ക് അതിരപ്പള്ളിക്ക് പോയാ മതി. അപ്പൊ പിന്നെ അവിടെ തന്നെ ഒരു പാർപ്പിടം നമുക്ക് കണ്ടെത്താം എന്ന് വിചാരിച്ചു ട്ടോ. കാരണം നമുക്ക് പോയി വരാനും ഒക്കെ എളുപ്പം അതാണ് ട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച സ്ഥലമാണ് നമ്മുടെ സേറാസ് വില്ല ട്ടോ. നമ്മുടെ വെറ്റിലപ്പാറ റൂട്ടിലാണ് ആ ഒരു വില്ല വരുന്നത്. പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ പൂൾ വില്ലയാണ് കേട്ടോ എടുത്തത്. മോളിൽ നിന്നുള്ള ബാൽക്കണിയിലെ വ്യൂ അതൊരു രക്ഷയില്ല. അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി. അത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ശരിക്കും ഒരു കാടിന്റെ നടുക്ക് നമ്മളെ കൊണ്ടുവച്ച ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 3 വില്ലാസ് അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് എന്താ പറയാ യൂസ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ എപ്പോഴും കസ്റ്റമേഴ്സ് അല്ലല്ലോ ഗസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പുറത്തെ വേറൊരു ഫ്രെയിമും കൂടെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചുറ്റും മരത്തിൽ മറ്റേ ബ്ലാക്ക് കളർ അണ്ണാനില്ലേ, മലയണ്ണാനാണോ ആവോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അതാണ് ചുറ്റോട് ചുറ്റും. അപ്പം അതിൻ്റെ ശബ്ദം ഭയങ്കര ഒരു ശബ്ദമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കുമിളിയിലൊക്കെ ചെന്ന് പെട്ട ഒരു ഫീലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലൊക്കെ മാത്രം കേൾക്കുന്ന ഒരു പ്രത്യേകതരം സൗണ്ടും പ്രാണികളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് മുകളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നിങ്ങൾക്ക് ശരിക്കും 2 ഫാമിലിക്ക് സുഖമായിട്ട് വന്ന് താഴെയും മുകളിലും ഒരു ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സുഖമായിട്ട് 2 ഫാമിലിക്ക് നിൽക്കാം കേട്ടോ. പൂളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. പിള്ളേരുമായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഞങ്ങളവിടെ കയറി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി അതിരപ്പള്ളി അവരുടെ വ്യൂ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് അവരെ വ്യൂ കാണിച്ചിട്ടില്ല. ഞങ്ങൾ ചെന്ന ദിവസം ശരിക്കും സ്കൂൾ ഓപ്പൺ ആയ ദിവസം. അപ്പോൾ അത്രയും തിരക്കും കാര്യങ്ങളൊന്നും റോഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലെ കൂടെ എപ്പോൾ പോകുമ്പോഴും ഉപ്പിലിട്ടത് കഴിക്കാൻ ഭയങ്കര കൊതിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു അവരെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദേ നല്ല പൈനാപ്പിളും മാങ്ങയും ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് പൈനാപ്പിൾ പൊതുവേ മറ്റേ മുളക് പൊടിയൊക്കെ ഇട്ട് തന്നത് എനിക്കിഷ്ടമാണ്. ഉപ്പിലിട്ടത് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കൂടുതലും പെരുമ്പാവൂർ സൈഡ് പോകുമ്പോഴാണ് കഴിക്കാറ്. എന്താ കിട്ടിയ സ്ഥിതിക്ക് അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തിരക്കുമില്ലല്ലോ. പിന്നെ നമ്മുടെ സ്ഥിരം സ്റ്റോപ്പ് ഉണ്ടല്ലോ, സിൽവർ സ്റ്റോമിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് കടികളൊക്കെ കഴിച്ച് അവിടുത്തെ 2 കടകൾ നമ്മൾ സ്ഥിരമായിട്ട് കയറാറുണ്ട്. മറ്റേ നമ്മൾ ഉഴുന്നുവടയും ബീഫും കഴിച്ച ചേട്ടൻ്റെ കട അടഞ്ഞു കിടക്കായിരുന്നു. ചാക്കോനും ഇവിടുത്തെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഫുഡിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ചോദിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് നിയർ ബൈ ഹോട്ടലിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു രാത്രിയാകുമ്പോൾ ഞാൻ പോയി മേടിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ വന്ന വഴി പ്രോമിസ് ചെയ്ത പോലെ പൂളിൽ ഇറക്കണമെന്നായിരുന്നു കുട്ടികളുടെ ഡിമാൻഡ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ പൂളിലേക്ക് ചാടരുത്, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതനുസരിച്ചു കേട്ടോ. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതിയല്ലോ എന്നിങ്ങനെ ചോദിച്ചു. കാരണം അവരെ കുറേ വെള്ളം വന്നാൽ ഈ പറഞ്ഞ പോലെ അവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കി ഇതാകുമ്പോൾ മുങ്ങിപ്പോകുന്നുള്ള ടെൻഷനില്ലല്ലോ. അങ്ങനെ ദേ ഞാൻ ടാറ്റ കാണിക്കുന്ന ഡോൺ ചേട്ടൻ ഭക്ഷണം മേടിക്കാൻ പോവാണ് കേട്ടോ. പിള്ളേർ അറിഞ്ഞിട്ടില്ല ഡോൺ ചേട്ടൻ ഭക്ഷണം വാങ്ങിക്കാൻ പോയേക്കാന്നുള്ളത്. നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് കാടിന്റെ നടുക്ക് പോലെ എന്നൊക്കെ പറയുന്നു സേഫ്റ്റി. നല്ല പക്ക സേഫ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ട്രസ്റ്റിൽ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കെയർ ടേക്കർ അവൈലബിൾ ആണ്. ഇത് രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് റൂമിൽ ടിവി, ഫ്രിഡ്ജ്, കെറ്റിൽ, ഏറ്റവും അത്യാവശ്യമായ വൈഫൈ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഇപ്പോൾ പിള്ളേർ പോലും ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് അവിടെ വൈഫൈ ഉണ്ടാവും, അവിടെ നെറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. കാരണം നമ്മുടെ കാലമാണ്. ഞാൻ വെരി റീസെൻ്റ്ലിയാണ് നമ്മുടെ ഷാജോൻ ചേട്ടൻ്റെ വൈഫിന് ഞാൻ ഡിനി ചേച്ചിയുടെ വ്ളോഗ് കാണുന്ന ഒരാളാണ്. അപ്പോൾ അവർ പിള്ളേർക്ക് വെക്കേഷനായിട്ട് എവിടെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു മോള് പുറകിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ വൈഫൈ കാണില്ലേ? അപ്പോൾ മറ്റേ ഷാജോൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, റൂമില്ലേലും സാരമില്ല വൈഫൈ ഉണ്ടോയെന്ന് അറിഞ്ഞാൽ മതി. അതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ് ഇപ്പോൾ പിള്ളേർ ചോദിക്കുമ്പോൾ.
ഇപ്പൊ ചാക്കോ നല്ല ഉറക്കാണ്. കാരണം തലേന്ന് പൂളിൽ കിടന്ന് അർമാദിച്ചതാണല്ലോ. നമുക്ക് 11 മണിക്കാണ് ചെക്കൗട്ട് വരിക. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അതിന് മുമ്പേ വിളിച്ചന്വേഷിച്ച് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതേ മുകളിലോട്ടൊക്കെ ഇനി ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വർക്ക് കഴിഞ്ഞുകൊണ്ട് ഒരു 3 ഫ്രെയിം കഴിഞ്ഞുകൊണ്ട് തന്നെ അവരത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും സൺഡേ ആയിരുന്നു ഇഷ്ടം. പക്ഷെ സൺഡേ അവർക്ക് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയതുകൊണ്ടാണ് നമ്മളത് മൺഡേയിലേക്ക് ഷിഫ്റ്റ്. പിന്നെ പിള്ളേർക്ക് സ്കൂളും തുറന്നിട്ടില്ലല്ലോ. പക്ഷെ ഡോൺ ചാഡിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺഡേ നോക്കിയത്. പക്ഷെ അവർ ഓൾറെഡി പൂൾ വില്ല ഉണ്ടായിരുന്നത് കൊണ്ട് മീൻസ് ബുക്ക്ഡ് ആയിരുന്നുകൊണ്ട് നമ്മൾ മൺഡേയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതേ തവളയായിട്ടും കോഴിയായിട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം നമ്മളെ ഒരു ആവശ്യപ്രകാരം ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമാധാനത്തിലിരിക്കായിരുന്നു. ഇല്ലേ നമ്മൾ ഇൻഫിനിറ്റി പൂളിലൊക്കെ പോയ ഇവരുടെ മുഖത്ത് തന്നെ നമ്മുടെ കണ്ണ് വേണം. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ വെള്ളം നിറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യമില്ല പൂളിൽ ഇറങ്ങുന്നതും ചാടുന്നതൊന്നും. പിന്നെ ഇന്ന് ഞാൻ വീണ്ടും പിന്നെയും ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഞങ്ങൾക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം അതിരപ്പള്ളിയിലെ ആറ്റിൽ മറ്റേ വെള്ളം പോകുന്നിടത്ത് പോയി ഇരിക്കാനാണ്. എനിക്ക് പൂള് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ പൂളിൽ ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതിനും കൂടെ ചേർത്ത് എൻ്റെ ഇളയ മകൻ ഇറങ്ങും കയറും ചാടും മുങ്ങും ഒക്കെ ചെയ്യും. അവന് പേടിയില്ല കേട്ടോ. തോമുന് പേടിയുണ്ട്. ചാക്കോന് അങ്ങനെയല്ല, എന്തും ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതെ അപ്പനും മക്കളും വീഡിയോ എടുക്കുകയാണ്. ഞാൻ എൻ്റെ പുറകിൽ നിന്ന് ഫോൺ നോക്കുന്നുണ്ടോ. ഞാനപ്പം ഓൾറെഡി വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ട് വരുന്നത് ഓക്കെ ആണോ, അതിനകത്തെല്ലാം ഉണ്ടോ, ക്യാപ്ഷൻ കൊടുത്തോ തമ്മിൽ കൊടുത്തോ എന്നൊക്കെയാണെന്ന്. വൈഫൈ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈസി ആയി കേട്ടോ. കാരണം റേഞ്ച് എൻ്റെ സിമ്മിനുള്ള റേഞ്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ഈസിയായി. പിന്നെ ഫ്രിഡ്ജും ഡോൺ ചേട്ടൻ ഫുൾ ടൈം തണുത്ത വെള്ളം വേണം. അപ്പോൾ അത്രയും ഗതികെട്ടാൽ മാത്രമേ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുകയുള്ളൂ. തണുത്ത വെള്ളം ഭയങ്കര നിർബന്ധം അവർക്ക് എല്ലാവർക്കും. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല സുഖമായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു. ഞാൻ അപ്പവും മുട്ടക്കറിയും പറഞ്ഞു. ഡോൺ ചേട്ടൻ പൂരി മസാല പറഞ്ഞു. അപ്പവും നല്ല എന്താ പറയുക, പേപ്പർ കനം എന്നൊക്കെ പറയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റും നല്ലതായിരുന്നു കേട്ടോ. റബ്ബർ പോലെയല്ല അപ്പം ഇരുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. സംസാരിക്കാനും അതുപോലെ അവരോട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരെന്നോട് ഇടപഴകിയത്. അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി ഒരു കൂട്ടർ പ്രീ വെഡിങ് ഷൂട്ടിന് വന്ന് റൂം എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഒരു ആവശ്യം എന്നല്ല, ഒരു സ്റ്റേക്കേഷൻ നിങ്ങൾ അതിരപ്പള്ളിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ സൂപ്പറായിട്ടൊരു ഇതാണ് കേട്ടോ. ബാർബിക്യൂ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ എല്ലാതും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പിള്ളേർ മാത്രമല്ലല്ലോ, നമ്മൾ അതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ വണ്ടി കഴുകാൻ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മഴയത്താണ് പോയത്. അപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം ചെളിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡോൺ ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇതേ വണ്ടിയൊക്കെ കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഓൾറെഡി ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങൾക്കും ഒരു സ്റ്റേക്കേഷന് പറ്റിയൊരു സ്പോട്ടാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതാണ് കേട്ടോ അവരുടെ പേജ്. അപ്പം നിങ്ങളും ഉറപ്പായിട്ടും ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിക്കോളൂ. അവരെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്.